വരിക്കാശ്ശേരി മന. ഒരു കാലത്ത് വരിക്കാശ്ശേരി മനയുടെ ഡേറ്റിന് വേണ്ടി സിനിമാക്കാർ ഓടി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. ആറാം തമ്പുരാനും മംഗലശ്ശേരി നീലകണ്ഠനും ഒക്കെ അടക്കി വാണിരുന്നൊരു കാലം. അപ്പോൾ നമുക്ക് മനയുടെ അകത്തേക്ക് കയറാം. ഈ വിശാലമായിട്ടുള്ള നടുമുറ്റാണ് ഈ മനയുടെ പ്രധാന പ്രത്യേകത. 300 വർഷങ്ങൾക്ക് മുമ്പ് പണിത 3 നിലകളുള്ള ഈ കെട്ടിടത്തിന് ഇന്നും ഒരു പോറൽ പോലും ഇല്ല എന്ന് ഓർക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ പല കോൺട്രാക്ടർമാർ കൃത്യമായിട്ട് കേരള വാസ്തുവിദ്യ പ്രകാരം തന്നെ നിർമ്മിച്ച ഈ മനയുടെ അകത്തുള്ള ഓരോ മുറിയിലും ഏത് വേനൽക്കാലത്തും ഒരു ഫാൻ പോലും വേണ്ട. നല്ല കൂളിംഗ് ആണ് എപ്പോഴും ഇതിനകത്ത്. ഇത്രയും വലിയ നടുമുറ്റമുള്ള നാലുകെട്ടുകൾ കേരളത്തിൽ വളരെ കുറവാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പത്തായപ്പുര. അതെ, ഞെട്ടണ്ട, ധാന്യങ്ങളൊക്കെ സംഭരിച്ച് വെക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു ഈ 3 നില കെട്ടിടം. ആ പത്തായപ്പുരയുടെ അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് വരാം. തലയെടുപ്പോടെ നിൽക്കുന്ന ഈ മന കാണാൻ എന്താ ഒരു പ്രൗഢി. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ് ഈ മന. തൃശ്ശൂർ എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർ ഷൊർണൂർ വന്ന് അവിടുന്ന് ഒറ്റപ്പാലത്തേക്കുള്ള റൂട്ടിലൊരു 8 കിലോമീറ്റർ കഴിയുമ്പോൾ വാണിയംകുളം കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പായ മനിശ്ശേരിയിൽ നിന്ന് റൈറ്റ് ഒരു ചെറിയ റോഡുണ്ട്. കഷ്ടിച്ച് 1 കിലോമീറ്റർ വന്നാൽ മതി, നേരെ മനയിലെത്താം. ഈ കുളത്തിൻ്റെ പ്രധാന പ്രത്യേകത വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേ നിരപ്പിൽ വെള്ളം ഉണ്ടാവും ഇവിടെ. ഈ മനയുടെ കോമ്പൗണ്ടിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. പൂജയും ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രം തന്നെയാണ്. അതുപോലെ ഈ മനയിലേക്കുള്ള എൻട്രൻസ് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വരണം.